നമസ്കാരം. കേരളീയത്തിൻ്റെ വേദിയിൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു വരി ഇങ്ങനെയായിരുന്നു: നമ്മുടെ കർഷകർ അവർ ചേറിൽ കാലുകുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ചോറിൽ കൈകുത്താൻ കഴിയുന്നത് എന്നായിരുന്നു. 27 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ മഹത്വത്തെയും കേരള തനിമയെയും ആഘോഷിക്കാനായി നടത്തിയ ഒരു പരിപാടിയായിരുന്നു കേരളീയം. അതിൻ്റെ അലയൊലികൾ അടങ്ങും മുൻപ് തന്നെയാണ് ആ ദുരന്ത വാർത്ത മലയാളികളിലേക്ക് എത്തിയത്. ആലപ്പുഴ ജില്ലയിലെ തകഴി സ്വദേശിയായ പ്രസാദ് എന്ന 55 വയസ്സുകാരനായ കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യക്ക് തൊട്ടു മുൻപ് വിഷം കഴിച്ചതിന് ശേഷം സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു സഹോദര. ഇനി പറയട്ടെ, പ്രിയ സഹോദര, നിങ്ങളല്ല, ഞങ്ങൾ മലയാളികളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയത്. വേദനിപ്പിക്കുന്ന വാർത്തയായി തന്നെയാണ് ഓരോ മലയാളിയും ഇത് കേട്ടത്. അദ്ദേഹം തനിക്ക് പറയാനുള്ളതൊക്കെയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ടാണ് യാത്രയായത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന തലവാചകത്തോടെയാണ് അദ്ദേഹം അത് എഴുതി തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ മരണത്തിന് കാരണം കേരള സർക്കാരും SBI, ഫെഡറൽ ബാങ്ക്, വിജയ ബാങ്ക് എന്നിവരുമാണ്. ഇതാണ് തുടക്കം. തുടർന്ന് അദ്ദേഹം എടുത്ത വായ്പകളെക്കുറിച്ചും അതിന് നടത്തിയ തിരിച്ചടവുകളെക്കുറിച്ചും അദ്ദേഹം ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഒരു ബാങ്കും കാർഷിക വായ്പ അനുവദിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സിബിൽ സ്കോർ നഷ്ടമായിരിക്കും. അതിന് കാരണം PRS വായ്പയിലുണ്ടായ മുടക്കം അത് സിബിൽ സ്കോർ നഷ്ടമാകുന്നതിന് കാരണമായി എന്നാണ്. ഞാൻ നെല്ല് കൊടുത്തതിനുള്ള വിലയാണ് PRS വായ്പയായി ബാങ്കിൽ നിന്നെടുത്തത്. അത് അടച്ചു തീർക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതോടെയാണ് അത് തൻ്റെ ഉത്തരവാദിത്തമായി മാറിയത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സിബിൽ സ്കോർ ഇന്ന് പലരെയും ലോൺ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, അനുവദനീയമായ സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് ലോൺ നൽകുന്നതിന് ബാങ്കുകളും വിസമ്മതിക്കുന്നു. ബാങ്കിന് ഒരാൾ എത്രത്തോളം വിശ്വസ്തനാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഒരാളുടെ സിബിൽ സ്കോർ. ഇതിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന PRS വായ്പ ഇനി എന്താണ് എന്ന് നോക്കാം. നെല്ലിന് സർക്കാർ നിശ്ചയിക്കുന്ന വില വായ്പ എന്ന നിലയിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് PRS വായ്പ എന്ന് പറയുന്നത്. സത്യത്തിൽ കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലിന് സർക്കാർ വില ബാങ്കുകളിലൂടെ നൽകുന്നു. പാഡി റെസിപ്റ്റ് സ്ലിപ്പ് എന്നതാണ് PRSന്റെ പൂർണ്ണ രൂപം. ബാങ്കിൽ നിന്നും നെല്ലിൻ്റെ വില സ്വീകരിക്കാനെത്തുന്ന കർഷകർ PRS ഫോം പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത്. അതിനോടൊപ്പം ബാങ്കിലെ ചില രേഖകളിലും അവർ ഒപ്പുപതിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നൽകുന്ന വായ്പയ്ക്ക് സത്യത്തിൽ സർക്കാർ ജാമ്യം നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. കർഷകന് നൽകുന്ന ഈ തുക സർക്കാർ അടച്ചു തീർക്കുകയും വേണം. ഈ അടവിൽ ഏതെങ്കിലും തരത്തിലുള്ള മുടക്കം വരുത്തിയാൽ അത് കർഷകന്റെ ബാധ്യതയായി കണക്കാക്കുന്നതിനുള്ള രേഖകളിലാണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒപ്പിട്ട് നൽകുന്നത്. സംഭരിച്ച നെല്ലിൻ്റെ വില ബാങ്ക് വായ്പയായി നൽകുന്നത് കർഷകർക്ക് കെണിയായി മാറരുത് എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും അത് നടപ്പിലാകാതെ പോയതിൻ്റെ ഇരയാണ് പ്രസാദ് എന്ന കർഷകൻ എന്ന് നമുക്ക് കാണാം. അതേസമയം സിവിൽ സപ്ലൈസ് മന്ത്രി നൽകിയ ഉറപ്പുകൂടിയാണ് ഇതോടെ കാറ്റിൽ പറന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. PRS വായ്പയുടെ ബാധ്യത കർഷകർക്കുണ്ടാകില്ല എന്നായിരുന്നു മന്ത്രി നൽകിയ ഉറപ്പ്. കർഷകൻ 1 കിലോഗ്രാം നെല്ലിന് നൽകുന്ന സംഭരണ വില 28.32 രൂപയാണ്. ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ തുകയിൽ കേന്ദ്രവിഹിതവും ഉൾപ്പെടും. കേന്ദ്രവിഹിതമായി 20.40 രൂപയും സംസ്ഥാനത്തിൻ്റെ വിഹിതമെന്ന നിലയിൽ 7.80 രൂപയുമാണ് ഉൾപ്പെടുന്നത്. ഇതിനൊപ്പം കൈകാര്യ ചെലവ് എന്ന നിലയിൽ 12 പൈസയും കൂടിച്ചേരുമ്പോഴാണ് നെൽകർഷകന് കിലോഗ്രാമിന് 28.32 രൂപ എന്ന നിലയിൽ നൽകേണ്ടി വരുന്നത്. ഈ തുകയാണ് ബാങ്കുകൾ വഴി നൽകാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇനി ഇത്രയും വിലയ്ക്ക് സംസ്ഥാന സർക്കാർ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി കേന്ദ്ര പൂളിലേക്ക് വകകൊള്ളിക്കും. അതിൻ്റെ കണക്കുകൾ നൽകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായ 20.40 രൂപ സംസ്ഥാനത്തിന് ലഭിക്കുക. അതേസമയം ഈ നടപടികൾക്ക് കാലതാമസം എടുക്കും എന്നുള്ളതിനാലാണ് സംസ്ഥാന സർക്കാർ PRS വായ്പ എന്ന നിലയിൽ കർഷകർക്ക് നെല്ല് സംഭരിക്കുന്നതിൻ്റെ വില നൽകുന്നതിനുള്ള നീക്കം നടത്തിയത്. കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട തുക സിവിൽ സപ്ലൈസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് പതിവ് രീതി. അതിൽ സംസ്ഥാന വിഹിതവും കൂടി ചേർത്താണ് നെൽകർഷകർക്ക് നൽകുന്നത്. ഇതാണ് നെൽകർഷകരെ ഇത്തവണ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്ന പ്രധാന കാരണം. സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക ഇതുവരെയും നൽകിയിട്ടില്ലാത്തതും പകരമായി ഏർപ്പെടുത്തിയിരിക്കുന്ന PRS സംവിധാനം ഇവരിലേക്ക് ബാധ്യത അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് സത്യം. അങ്ങനെ വായ്പ അടയ്ക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതോടെ മിക്ക കർഷകരുടെയും ജീവിതം ഇരുട്ടടിയായി മാറിക്കഴിഞ്ഞു.
അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതാണ് പ്രസാദിനെ പോലുള്ള സാധാരണ കർഷകരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഇനി പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മഹനീയവും വിലമതിക്കാനാവാത്തതുമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ പ്രതീക്ഷിച്ച് ജീവിതം തള്ളി നീക്കുന്ന ചിലരൊക്കെ ഈ ഭൂമിയിൽ ഇനിയും ബാക്കിയാണ്. നിങ്ങളിവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളും ബാധ്യതകളും പിന്നീട് അവരുടെ മേലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അതൊരു തരം ഒളിച്ചോട്ടം മാത്രമാണ്.